ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നീതിയാണ്. ഒരാൾ എന്ത് പൈസ ഉണ്ടാക്കി പുണ്യപ്രവൃത്തി ചെയ്ത് കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കുറേ ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കുന്നു, കുറേ കൂട്ടർ ചില ആൾക്കാരുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ചില ആൾക്കാർ രാഷ്ട്രീയത്തിൽ വന്നിട്ട് കള്ളത്തരം കാണിക്കുന്നു, വഞ്ചന ചെയ്യുന്നു. ഇതെല്ലാം നീതിയാണ്. അല്ല, ഇതിനകത്തൊന്നും നീതികേടില്ല. കാരണം അത് അങ്ങനെയേ നടക്കത്തുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് നീതികേടുണ്ട്, നീതിയാണ് ഞാൻ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറയുന്നവനൊരു നീതിയിൽ തന്നെയാണ്. എല്ലാ പ്രവൃത്തിയും നീതിയിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ശരിയായിട്ട് നമ്മളുടെ നീതി എന്താണ്? നമ്മൾ നിലനിൽക്കാനുള്ള അവസ്ഥ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? അതാണ് നമ്മളുടെ നീതി. എല്ലാ സംഭവങ്ങളും സംഭവിക്കാനുള്ളത് അതിൻ്റെ നീതിയിലാണ് സംഭവിക്കുന്നത്. നീതിയില്ലാത്ത ഒരു കാര്യവും സംഭവിക്കത്തില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകുന്നത് നീതിയാണ്. ആ കുട്ടി ജനിച്ച് അതിന് വ്യക്തമായിട്ടുള്ള പരിചരണം കിട്ടി അത് ആരോഗ്യത്തിൽ വളരുന്നത് നീതിയാണ്. അതിനെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നത് നീതിയാണ്. അപ്പം നമ്മളുടെ നീതി എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളെ തെളിച്ച് തിരിച്ചറിയുന്നത് എന്താണോ അതാണ് നമ്മളുടെ നീതി. ഇവിടെ എല്ലാ കാര്യങ്ങളും നീതിയിലാണ് സംഭവിക്കുന്നത്. ഒരു കരിയില പോലും അല്ലെങ്കിൽ ഒരു ഇല വാടി താഴെ വീഴുന്നതും നീതിയാണ്. കാറ്റത്തത് പറന്നു പോകുന്നത് നീതിയാണ്. ഇതറിയാതെ പോകുന്നത് നീതിയാണ്. അപ്പം നീതിയില്ലാത്ത യാതൊന്നുമില്ല. സർവ്വതും നീതിമയമാണ്. എൻ്റെ നീതി എന്താണ്? ഞാൻ എന്നെ തെളിച്ച് തിരിച്ചറിയുന്നത് എന്തോ അതാണ് എൻ്റെ നീതി.